പേയ്മെൻറ്റ് ഡയറക്റ്റും ചെയ്യാം, അഡ്വാൻസും ചെയ്യാം. ഡയറക്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷന് ഈ പറഞ്ഞ കണക്ക് ഊരും പേരും ഇല്ലാത്ത ഐ ഡിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് കിട്ടത്തില്ല. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരുമെന്ന് എനിക്കും ഒരു ഉറപ്പ് വേണമല്ലോ. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നടക്കില്ല. ഡയറക്റ്റ് പേയ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തരിക, പാസ്പോർട്ടും ജോബ് ഡീറ്റെയിൽസും നാട്ടിലെ എന്തെങ്കിലും പ്രൂഫും, പിന്നെ ഒറിജിനൽ ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റും, പിന്നെ വീഡിയോ കോളിൽ ആളെയും കാണണം. ഇത്രയും ഡീറ്റെയിൽസ് തരാക്കി ഡയറക്റ്റ് പേ ചെയ്തോ, കുഴപ്പമില്ല. ഇനിയിപ്പം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ അഡ്വാൻസ് പേയ്മെൻറ്റ്. അതിന് ഹാഫ് എമൗണ്ട് അഡ്വാൻസ്, ബാക്കി എമൗണ്ട് റൂമിൽ ചെന്ന് അവരെ കണ്ടതിന് ശേഷം. ആ കേസിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ എൻ്റെത് അങ്ങോട്ട് തരും ഗ്യാരണ്ടി ആയിട്ട്. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ചേട്ടാ, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനും കൂടി ഉണ്ട്. അതും കൂടി കേട്ടിട്ട് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മതി. ഉള്ള കാര്യം പറയാമല്ലോ. ഇവർ ബാക്ക് ചെയ്യില്ല, എനൽ ഒരു കാരണവശാലും ചെയ്യില്ല. 100% ഷുവറാണ്. അകത്ത് നിന്നിട്ടും പിന്നെ ബാർഗെയിനിങ്ങോ ഒന്നും നടക്കില്ല. പുള്ളിക്കാരി നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നിങ്ങൾ. അതായത് വൃത്തിയും വെടുപ്പും, നീറ്റ് ആൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജീൻ ഇല്ലാതെ ചെന്നിട്ട് അവരത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ, യാതൊരുവിധ ഡ്രഗ്സും കൊണ്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തുമില്ല. അതായത് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, പൗഡറും ഇഞ്ചക്ഷനും ആ ടൈപ്പ് ഒരു സാധനം അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ചേട്ടാ, അതായിക്കോട്ടെ. എൻ്റെ ഇങ്ങനെ പറഞ്ഞ കണക്ക് ഒരുപാട് പേരൊന്നുമില്ല. എൻ്റെ ആകെ 3-4 പേരുണ്ട്. അവർ വരുന്ന സമയത്ത് ഡേറ്റ് തരുമ്പോൾ ഞാൻ ക്ലയൻ്റ് ഉണ്ടേ കൊടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ അവരുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ എൻ്റെ സെലിബ്രിറ്റിയുടെ സേഫ്റ്റി എൻ്റെ കയ്യിലാണ്. സോ നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. അകത്ത് കയറി കഴിഞ്ഞിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നും പറഞ്ഞ് എക്സ്ട്രാ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. പുള്ളിക്കാർ ഈ പരിപാടിക്കല്ല വരുന്നത്, അവർ വേറൊരു പ്രോഗ്രാമിനാണ് വരുന്നത്. അത് എന്ത് പ്രോഗ്രാമെന്നൊന്നും ഒരു റിവീൽ ചെയ്യില്ല. അതവരുടെ പ്രൈവറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാമിന് വരുമ്പോൾ അതിൻ്റെ സ്പോൺസറാണ് അവർക്ക് ടിക്കറ്റും ഹോട്ടലും എല്ലാം കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ റേറ്റിൽ മീറ്റ് ചെയ്യുന്നത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വരുവാണെങ്കിൽ 24 hours വരുവാണെങ്കിൽ ഈ റേറ്റൊന്നും അല്ല. ടിക്കറ്റും ഹോട്ടലും എല്ലാം നിങ്ങളും കൊടുക്കേണ്ടി വരും. ഇതങ്ങനല്ല, ഇത് വേറെ പരിപാടിക്ക് വരുന്നുണ്ട്, അവർക്ക് ഓൾറെഡി ഉണ്ട്. സോ ആ ഹോട്ടലിൽ നിങ്ങൾക്ക് ഗസ്റ്റായിട്ട് കയറാം. അവരുടെ പ്രോഗ്രാം അനുസരിച്ച് ഒരു 9:30-10 കയറാം. രാവിലെ മോർണിംഗ് വരെ സ്റ്റേ ചെയ്യാം. ചേട്ടാ, ഞാനുള്ളത് ഖത്തറിലല്ല, ക്ലിയറായിട്ട് പറയാം. ഞാൻ കൊച്ചിയിലാണുള്ളത്. എൻ്റെ പേര് ശ്യാമെന്നാണ്. ഞാൻ കൊച്ചിയിലാണുള്ളത്. ഞാനിവിടെ ഇവൻറ്റ് കോർഡിനേറ്ററാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇനോഗ്രേഷനോ മറ്റോ സെലിബ്രിറ്റി വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരും. അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും അറേഞ്ച് ചെയ്ത് തരും, അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച്. അതുകൂടാതെ ഫാഷൻ ഷോസ്, ഇപ്പോൾ IFL പോലുള്ള ഫാഷൻ ഷോസ്, മിസ്സിസ് കേരള, അവാർഡ് നൈറ്റ്സ്, ഇതിൻ്റെയൊക്കെ കോർഡിനേറ്ററാണ് ഞാൻ. സോ അതുകൊണ്ടാണ് എനിക്ക് സെലിബ്രിറ്റീസിന് അവൈലബിൾ ആവുന്നത്. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ പറയുന്ന സെലിബ്രിറ്റി അറേഞ്ച് ചെയ്ത് തരുന്ന ടൈപ്പ് സെറ്റപ്പ് എനിക്കില്ല. എൻ്റെ ആകെ 3-4 പേരാണുള്ളത്. അവർ ഡേറ്റ് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ ആ ഡേറ്റിൽ ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കും. അത് ചിലപ്പോൾ ദുബായിലായിരിക്കും ഡേറ്റ് വരുന്നത്, ചിലപ്പം അബുദാബിയിലായിരിക്കും, ചിലപ്പം മനാമയിലായിരിക്കും, ചിലപ്പം ദോഹയിലായിരിക്കും. അവരെവിടെ തരുന്നോ അവർ ചെല്ലുന്ന സ്ഥലത്ത് അവർ ഡേറ്റ് തരുവാണെങ്കിൽ ആ ഡേറ്റിൽ അവിടുന്ന് ക്ലയൻറ്റിനെ കൊടുക്കും. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. പിന്നെ ഇതിൽ ക്യാഷ് ഡീലില്ല, ഉള്ളത് പറയാം ക്ലിയറായിട്ട്. നിങ്ങളിപ്പോൾ ഹാഫ് പേയ്മെൻറ്റ് അഡ്വാൻസ് ചെയ്താലും അല്ല ഡയറക്റ്റ് പേയ്മെൻറ്റ് ആണെങ്കിൽ പോലും, ഡയറക്റ്റ് ആണെങ്കിലും റൂമിൽ ചെന്നിട്ട് തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെയാണ് പൈസ ഇടേണ്ടത്. ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് പേയ്മെൻറ്റ് അർത്ഥം റൂമിൽ ചെന്നതിന് ശേഷം അവരെ കണ്ടതിന് ശേഷം പേ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ആണെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് ചെയ്യുന്ന അതേ അക്കൗണ്ടിലേക്കാണ് റൂമിൽ ചെന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് ഇടേണ്ടത്. അല്ലാതെ ക്യാഷ് ഡീലില്ല. ക്യാഷ് ഡീല് ഇപ്പോൾ അവർക്ക് അവിടെ പൈസയുടെ ആവശ്യമുണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ മാത്രമേ ക്യാഷ് ഡീലുള്ളൂ. അല്ലെങ്കിൽ കറൻസി ഡീലില്ല, മൊത്തം അക്കൗണ്ട് വഴിയേ ഉള്ളൂ. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് എടുക്കുക. അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം, ഹാഫ് എമൗണ്ട് അഡ്വാൻസ് ചെയ്യുക. എന്താണെങ്കിലും എനിക്കിന്ന് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. വേർ ഇറ്റ് ഈസ് ഞാനത് ക്ലോസ് ചെയ്യും. ചേട്ടാ, റേറ്റ് നമ്മൾ ഇന്ത്യൻ മണിയിലാണ് അവരുമായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ എൻ്റെ കമ്മീഷൻ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്.
റേറ്റ് ഞാൻ കൂട്ടത്തില്ല, നിങ്ങളായിട്ട് കുറയ്ക്കാതിരുന്നാൽ മതി. കാരണം അങ്ങനത്തെ പരിപാടി ചിലവന്മാർക്കുണ്ട്. അതായത് ഫസ്റ്റ് പേ ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടിരുന്ന അത് നടക്കില്ല. ഞാൻ ക്ലിയറായിട്ട് അങ്ങോട്ട് പറയുവാണ്, നമുക്കിതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇട്ടിട്ട് സെക്കൻഡ് ഹാഫിൽ ഞാൻ അത്ര ഇടത്തില്ല, എൻ്റെ കയ്യിൽ 500 ഉള്ളൂ 600 ഉള്ളൂ എന്ന് പറഞ്ഞ് അത് നടക്കില്ല കേട്ടോ. ഞാൻ ക്ലിയറായിട്ട് പറയുകയാണ്.